ഇവർ വിവാഹിതരായാൽ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ പ്രിവ്യൂ നോക്കാട്ടോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ കഥ കന്നഡ സീരിയലിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെറിയ മാറ്റം വരുത്തി ഞാൻ ഇതിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഭവാനിയെയും അഞ്ജനയെയും കാണാതായിരിക്കുകയാണല്ലോ. അപ്പൊ ഇവർക്കായിട്ടുള്ള തെരച്ചിലാണ് സത്യദാസും അജയും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ കന്നഡ സീരിയലിൽ ഈ സീനുകൾ ഒന്നും ഇല്ല കേട്ടോ. ഭവാനി ഇറങ്ങി പോകുന്ന ട്രാക്കേ അതിലില്ല. കഥ കുറച്ചുകൂടെ സ്പീഡിലാണ് പോണത്. പക്ഷെ ഇതിൽ ഇങ്ങനെയുള്ള കുറേ സീൻസ് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ വലിച്ചു നീട്ടുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂട്ടോ. ഇത് കാണാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല എന്നാണോ തോന്നുന്നത്? അതോ വലിച്ചു നീട്ടാതെ കുറച്ചുകൂടെ സ്പീഡിൽ കൊണ്ടുപോയാൽ നന്നായിരിക്കും എന്നാണോ തോന്നുന്നത്? ഒപ്പം തന്നെ ഈ വില്ലത്തി ഭവാനിയായിട്ട് അഭിനയിക്കുന്ന അവരുടെ പെർഫോമൻസ്, അവരുടെ ആക്ടിംഗ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു കാണാൻ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂട്ടോ. അപ്പൊ എന്തായാലും ഇപ്പോൾ ഭവാനിയും അഞ്ജനയും മിസ്സിംഗ് ആണല്ലോ. അപ്പൊ ഇവരെ എന്തായാലും സത്യദാസ് അധികം വൈകാതെ തേടി കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ മേലെ കൊടുക്കാട്ടോ, ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അങ്ങനെ സത്യദാസും അജയും ചേർന്ന് ഭവാനിയെയും അഞ്ജനയും കണ്ടുപിടിച്ച് സമാധാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം സൗഭാഗ്യ മുത്തശ്ശി ഇവരെ കണ്ട ഉടനെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഭവാനിയോട് പോയി ചോദിക്കുകയാണ്, എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? നിനക്കും നിന്റെ മോൾക്കും ഈ വീട്ടിൽ അവകാശമില്ല എന്ന് ആരാ പറഞ്ഞത്? നിങ്ങളോട് ഞങ്ങൾക്ക് ആർക്ക് സ്നേഹമില്ലാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നോക്ക്, അജയ് അഞ്ജനയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാനല്ലേ നിനക്ക് വാക്ക് തന്നത്. എന്നെ നിനക്ക് അത്ര പോലും വിശ്വാസമില്ലേ? എന്നെ വിശ്വസിക്കാതെയല്ലേ നീ മോളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ അമ്മേ, അങ്ങനെയൊന്നും അല്ല, ഞാൻ കരുതിയത് വേറെ എന്തൊക്കെയോ. പെട്ടെന്ന് അജയ് എൻ്റെ മോളെ തല്ലിയപ്പോൾ എനിക്കാകെ വല്ലാതെയായി. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാലും പിന്നീട് എന്താകുമെന്ന് ഞാൻ പറയുന്നു. അജയ്ക്ക് എൻ്റെ മോളെ ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നി അമ്മേ. അതുകൊണ്ടാണ് വിഷമം സഹിക്കാൻ വയ്യാതെയാ ഞാൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ സൗഭാഗ്യ മുത്തശ്ശി പറയാണ്, ഭവാനി, ഞാനാണ് നിനക്ക് വാക്ക് തന്നത്. അജയും അഞ്ജനയും തമ്മിലുള്ള വിവാഹം നടക്കും. അജയ് അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തോ ചെയ്തു എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണോ മോളെ വേണ്ടത്? ഇനി നീ ഒരിക്കലും ഇങ്ങനെയുള്ള വേണ്ടാത്ത തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് എനിക്ക് വാക്കുതാ, എനിക്ക് സത്യം ചെയ്തതാ എന്നൊക്കെ പറഞ്ഞ് ഭവാനിയുടെ കയ്യിൽ നിന്ന് സത്യമൊക്കെ വാങ്ങണം കേട്ടോ. തിരിച്ച് മുത്തശ്ശി വീണ്ടും ഒരു വാക്ക് കൊടുക്കുകയാണ്, അജയും അഞ്ജനയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കും എന്നിങ്ങനെ മുത്തശ്ശി വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഉടനെ മാധവനോട് പറയുന്നുണ്ട്, മാധവ, കല്യാണ നിശ്ചയത്തിനുള്ള ഇൻവിറ്റേഷൻ കാർഡുകളൊക്കെ ഇപ്പൊ തന്നെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാധവൻ, ശരിയമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഭവാനി റൂമിൽ പോയതിനു ശേഷം ആലോചിക്കുകയാണ്. ആകെ ഒരു പേടിയും വെപ്രാളമാണ്. ഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചാണല്ലോ മകളെയും വിളിച്ചുകൊണ്ട് ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിയുമ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിലും ഇങ്ങനെ പേടിച്ച് പേടിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഒരു ഭാഗത്ത് അച്യുതനെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഭവാനിയാണെന്ന് ഭൂമി അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അംബിക ജയിലിൽ കിടക്കുന്നതിന് പകരം ഭവാനി പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ അതാലോചിച്ചുള്ള പേടി. രണ്ടാമത് ഈ അജയും അഞ്ജനയും തമ്മിലുള്ള കല്യാണം നടക്കുന്നതിന് മുമ്പേ ഭൂമി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ സത്യദാസിന്റെ മോളാണ്, അഭിരാമിയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമോ എന്നുള്ള പേടി മറ്റൊരു ഭാഗത്ത്. അങ്ങനെ എല്ലാം കൂടെ ആകെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് ഭവാനി. അങ്ങനെ ഉടനെ തന്നെ കമാലിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട്, എടോ, തന്നെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് എത്ര കാലമായി? താൻ എന്ത് ഗുണ്ടയാടോ, എന്ത് കഴിവാ തനിക്കുള്ളത്? ആ ഭൂമിയെ കൊന്നു കളയണമെന്ന് ഞാൻ പറഞ്ഞിട്ട് എത്ര കാലമായി? താൻ ഇതുവരെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തോ? ദിവസം തോറും ഞാനിവിടെ പേടിച്ച് പേടിച്ച് ജീവിക്കുക. എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് എല്ലാവരും അറിയോ എന്നുള്ള പേടിയാണ് എനിക്ക് ഓരോ നിമിഷവും. എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കാതെ എത്രയും പെട്ടെന്ന് ആ ഭൂമിയെ ഒന്ന് കൊന്നതാ കമാലെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കമാലിനോട് പറയുമ്പോൾ കമാൽ പറയാണ്, ശരി മാഡം, ഞാൻ ഇനി ആ കാര്യം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നോക്കാം. മാഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഭൂമി ഇനി 2 ദിവസത്തിനകം കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം കമാൽ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭൂമിയെ കാണുകയാണ് കേട്ടോ. ഭൂമിയാണെങ്കിൽ ഈ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അജയോട് ചോദിച്ചപ്പോൾ ഈ കേസിൽ ഭൂമി കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അജയോട് പറഞ്ഞപ്പോൾ അജയ് വല്ലാതെ ദേഷ്യപ്പെട്ട് ഭൂമിയെ ഇറക്കി വിടുകയൊക്കെയാണല്ലോ ചെയ്തത്. ഭൂമി മറ്റൊരു വശത്ത് നിന്ന് ഈ കേസ് അന്വേഷിക്കുന്നത് അജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് കാര്യം. അജയ്ക്ക് ആകെ ഈഗോ ആണ്. അജയ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പക്ഷെ ഇതുവരെ സീരിയലിൽ ഒരു സീൻ പോലും അജയ് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിട്ടൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയാണ്. പക്ഷെ ഭൂമി അത് അപ്പോൾ അജയോട് വന്ന് പറയുമ്പോഴും അജയ്ക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈഗോ പ്രശ്നമാണ്. ഒരു പോലീസ് ഓഫീസറായ ഞാൻ കണ്ടുപിടിക്കാത്തത് ഈ ചായക്കടക്കാരി കണ്ടുപിടിക്കുന്നു എന്നുള്ളൊരു ഈഗോ ആണ്. അപ്പോൾ ആ ഈഗോ ഒക്കെ ഭൂമിയുടെ മേലെ തീർക്കുകയും ഭൂമി ഇനി കേസ് അന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പം അതൊക്കെ ആലോചിച്ച് വല്ലാതെ വിഷമിച്ച് ഭൂമിയുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ രാത്രി ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലിരുന്ന് ദൈവത്തോട് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ, എന്നിട്ട് അതുപോലെ നീ എനിക്ക് തന്നിട്ടില്ല. ഇനി എൻ്റെ അമ്മയെ കൂടെ എന്നിൽ നിന്ന്
നിന്ന് അകറ്റരുത്, എനിക്ക് നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ദൂരെ നിന്ന് നമ്മുടെ കമാൽ കാണുകയാണ് കേട്ടോ. ആദ്യം കമാൽ ഭവാനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഭൂമിയെ, എന്ത് വേണം മാഡം, ഇപ്പം തന്നെ കൊല ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഓ അതൊക്കെ വിളിച്ച് ചോദിക്കാനുണ്ടോ, നീ പെട്ടെന്ന് അവളെ ഒന്ന് കൊന്നു തരുമോ എന്നൊക്കെ ഭവാനി പറയുന്നതുകൊണ്ട് ശരി മാഡം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് കമാൽ പതുക്കെ ഭൂമിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഭൂമി അവിടെ ഇരുന്ന് കരയാണ്. പിന്നിൽ കമാലുള്ളത് ഭൂമി കണ്ടിട്ടില്ല. അങ്ങനെ കമാൽ ഭൂമിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പേ കമാലിന്റെ ഷോൾഡറിൽ ഒരാൾ കൈവയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റാരും അല്ല, നമ്മുടെ സത്യദാസാണ്. അങ്ങനെ സത്യദാസ് ചോദിക്കുകയാണ്, ആരാടാ നീ, എന്തിനാ നീ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്, ആ പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ട് വന്നതാണോ നീ എന്ന് ചോദിക്കുമ്പോൾ, അല്ല സാർ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ എന്താ കരയുന്നത് എന്ന് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ സത്യദാസ് പറയണം, അതൊന്നും നീ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇനി ഈ പെൺകുട്ടിയുടെ പരിസരത്ത് നിന്നെ കണ്ടുപോയാൽ എന്നൊക്കെ പറഞ്ഞ് കമാലിനെ അവിടെ നിന്ന് വിരട്ടി വിടുകയാണ് കേട്ടോ. അതിനുശേഷം കമാൽ ഇഷ എന്നും പറഞ്ഞ് ഭവാനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇന്നിപ്പോൾ നടപ്പിലാക്കാൻ സാധിച്ചില്ല മാഡം, അപ്പോഴേക്കും മാഡത്തിൻ്റെ വീട്ടിലുള്ള സത്യദാസ് വന്നു എന്ന് പറയുമ്പോൾ, സത്യദാസോ, അയാൾ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് ഭവാനി ചോദിക്കുകയാണ് കേട്ടോ. അറിയില്ല മാഡം, ഈ പെൺകുട്ടി എവിടെ പോയാലും, അതായത് ഭൂമി എവിടെ പോയാലും പിന്നാലെ ഇയാളുടെ ഒരു കണ്ണുണ്ട് എന്ന് തോന്നുന്നു, ഇയാൾ ഭൂമിക്ക് ഒരു കാവൽ പോലെ നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭവാനി ഇങ്ങനെ ഛേ എന്ന് പറഞ്ഞിങ്ങനെ ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ സത്യദാസ് ഈ ഭൂമിക്ക് ഇങ്ങനെ കാവൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതൊന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സത്യദാസ് ഭൂമിയുടെ അടുത്ത് പോയി ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ തീരും, ഭൂമി വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സൗഭാഗ്യപുരത്ത് മാധവൻ ഇൻവിറ്റേഷൻ കാർഡുകൾ കൊണ്ടുവരികയാണ് കേട്ടോ. അജയുടെയും അഞ്ജനയുടെയും കല്യാണ നിശ്ചയത്തിനുള്ള ഇൻവിറ്റേഷൻ കാർഡുകളാണ്. അപ്പോൾ കാർഡൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് മാധവൻ ഇങ്ങനെ സന്തോഷത്തിൽ വരുന്നു. അവിടെ സൗഭാഗ്യമുത്തശ്ശിയും സംഗീതയൊക്കെ സന്തോഷത്തിൽ കാർഡ് കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭവാനി ഇങ്ങനെ വരുമ്പോൾ, ഭവാനിയോ, വാ ഭവാനി, നോക്ക് കാർഡുകളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ആണോ എന്നും പറഞ്ഞ് ഭവാനിയും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ ഇങ്ങനെ കാർഡുകളൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആദ്യത്തെ കാർഡ് സംഗീതയാണ് തുറന്ന് നോക്കുന്നത് കേട്ടോ. അങ്ങനെ കാർഡ് തുറന്ന് നോക്കുമ്പോൾ അതിലുള്ളത് വായിച്ചിട്ട് സംഗീത ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഇതെന്താ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ മാധവൻ പറയാണ്, എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഒരു കാർഡ് എടുത്ത് നോക്കുന്നു. അങ്ങനെ ആ കാർഡ് കണ്ട് മാധവനെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ സൗഭാഗ്യമുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നത്, ഞെട്ടാൻ മാത്രം എന്താ ഉള്ളത്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒരു കാർഡ് തുറന്നു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് എൻഗേജ്മെന്റ് ഇൻവിറ്റേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താഴെ അജയ് വിത്ത് അഞ്ജന എന്ന് എഴുതിയിരിക്കുന്നതിന് പകരം അഞ്ജന എന്നുള്ള പേരിന് പകരം ഭൂമി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ മാധവ ഇത്, നീയല്ലേ ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്, കല്യാണ പെണ്ണിന്റെ പേര് പോലും നിനക്ക് അറിയില്ലേ, ഇതൊന്ന് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുത്തശ്ശി വഴക്ക് പറയണം. അല്ല അമ്മേ, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ആരെ ഇതിപ്പോൾ മാറ്റി പ്രിന്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല, അവന്മാരെ ഞാൻ ഇപ്പം തന്നെ വിളിച്ച് കാര്യം ചോദിക്കാം എന്ന് പറഞ്ഞ് ആ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ആ പ്രിന്റിംഗ് പ്രസ്സിലെ ആള് പറയാണ്, അല്ല സാർ, അത് അഞ്ജന, ഈ കല്യാണ പെണ്ണ് അഞ്ജന മാഡം ഉണ്ടല്ലോ, അഞ്ജന മാഡം അതിനുശേഷം വിളിച്ചിട്ട് പേര് മാറ്റാൻ എന്നോട് പറഞ്ഞിരുന്നു, അഞ്ജന ഓൾഡ് ഫാഷൻ ആണ്, ഭൂമിന്ന് പ്രിന്റ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അഞ്ജന ഇങ്ങനെ ഞാനോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അഞ്ജനയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ അനുപമ ഉണ്ടല്ലോ, അനുപമ TV-യിൽ അന്ന് ഇവരുടെ വീട്ടിലെ ഫാമിലി ആയിട്ട് ഒരു പൂജ നടത്തിയിരുന്നല്ലോ, ആ പൂജയിലാണ് ഭൂമി ആദ്യമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരുന്നതൊക്കെ. ആ പൂജയിലെടുത്ത വീഡിയോസ് ഒക്കെ TV-യിൽ ഇട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജന പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, അഞ്ജന എന്നുള്ളത് ഒരു ഓൾഡ് ഫാഷൻ അല്ലേ, അതിന് പകരം അജയ് വിത്ത് അഞ്ജു അങ്ങനെ കൊടുക്കാം, അതായിരിക്കും നന്നാവുക എന്ന് വിചാരിച്ച് അഞ്ജന വേഗം ആ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, അജയ് വിത്ത് അഞ്ജന എന്ന് പ്രിന്റ് ചെയ്യേണ്ട, അഞ്ജന കുറച്ച് ഓൾഡ് ഫാഷൻ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ പ്രിന്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, മാഡം വേറെ പേര് പറഞ്ഞോളൂ എന്ന് അയാൾ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അഞ്ജന പെട്ടെന്ന് ആ TV-യിലേക്ക് നോക്കുകയാണ് കേട്ടോ. ആ TV-യിൽ പൂജയുടെ വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൽ നമ്മുടെ ഭൂമിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പെട്ടെന്ന് അഞ്ജന ഭൂമി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിന്റിംഗ് പ്രസ്സിലെ ആൾ അത് കേട്ടിട്ട് ശരി മാഡം, ഓക്കെ മാഡം, അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം അഞ്ജന അനുപമയോട് പറയാണ്, അനുപമേ ഞാനെന്ന് പറഞ്ഞിരുന്നില്ലേ ആ ചായക്കടക്കാരി ഭൂമിയെക്കുറിച്ച്, അവൾ ഇവളാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭൂമിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പ്രിന്റിംഗ് പ്രസ്സിൽ പേര് പറയുന്ന കാര്യം അഞ്ജന മറന്നുപോയിട്ടോ. അങ്ങനെ പിന്നീട് അനുപമയും അഞ്ജനയും കൂടെ ഭൂമിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ
കാര്യം ഇപ്പം അഞ്ജനയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. എന്നിട്ട് അഞ്ജന മുത്തശ്ശിയോടും ബാക്കിയുള്ളവരോടൊക്കെ പറയുന്നുണ്ട്, അയ്യോ സോറി മുത്തശ്ശി, എൻ്റെ തെറ്റാണ്, ഞാൻ അന്ന് അഞ്ജു എന്നുള്ള പേര് പറയാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് പറയുന്നതിന് മുമ്പ് അറിയാതെ ഭൂമി എന്ന് പറഞ്ഞു പോയി, അത് അയാൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു, എൻ്റെയാ തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇൻവിറ്റേഷൻസ് ഒക്കെ വീണ്ടും പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഒറിജിനൽ കഥയിലുള്ളതാണ്. ഇതിലിനി ഉണ്ടാവുമോ എന്നറിയില്ല, ഉണ്ടാവുമായിരിക്കും മിക്കവാറും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.